കഴിഞ്ഞ ഡൽഹി ടു മുംബൈ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മുംബൈയിൽ നിന്ന് നമ്മൾ കേരളത്തിലോട്ടേക്ക് വരിക കേട്ടോ. ഡൽഹി ടു മുംബൈ ട്രാവലിൻ്റെ സമയത്ത് ഫുഡ് ഒട്ടും പറ്റില്ലായിരുന്നു കേട്ടോ. റൊട്ടിയും പരിപ്പുകറിയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതാണ്. ഇത്തവണ ചേച്ചീൻ്റെ അവിടെ നിന്ന് ആയതുകൊണ്ട് നല്ല പൊതിച്ചോറ് കഴിച്ചിട്ടാണ് വരുന്നത്. മുംബൈ ലോക്മാന്യത്തിലേക്ക് എടുക്കുന്ന ട്രെയിനാണ്. ഞങ്ങൾ താനേന്നാണ് കയറിയത്. സെയിം ഗരീബ് രത്ത് തന്നെയായിരുന്നു. അവിടെ നിന്ന് വന്നതുപോലെ വളരെ കംഫർട്ടായിട്ട് തന്നെയാണ് കേരളത്തിലേക്ക് വന്നതും. നീറ്റ്നെസ് ആണെങ്കിലും ഷീറ്റ്സ് ആണെങ്കിലും വാഷ്റൂമിൻ്റെ കേസിലാണെങ്കിലും എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ട്രെയിൻ ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു കേട്ടോ. അത് മാത്രമാണ് ആകെ ഒരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ കേസിലാണെങ്കിലും ട്രെയിൻ യാത്ര ഞങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ടാണ് വന്നത്. സാധാരണയുള്ള ട്രെയിൻ യാത്രകളെ പറ്റിയുള്ളൊരു അഭിപ്രായങ്ങൾ വളരെ വ്യത്യസ്തമാണല്ലോ, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ. അങ്ങനെ കുറേ നാൾ കൂടി കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തി. പക്ഷേ മണ്ണിലെത്തിയിട്ടില്ല, എന്നാലും മണ്ണിൽ കാലുകുത്തി എന്ന് തന്നെ പറയാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 വേ ആയതുകൊണ്ട് ആൾ കുറച്ച് ദൂരെയാണ്, അങ്ങോട്ടേക്കുള്ള നടത്തമാണ് ഈ കാണുന്നത്. ആളൊരു ലേശം ഷൈ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് വരുമ്പോൾ. അതിൻ്റെ നാണക്കെപ്പൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഏത് സാഹചര്യങ്ങളിലും വിളിച്ചാൽ ഓടി എത്തുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അതിലെ പ്രധാനപ്പെട്ട ഒരാളാണിത്. വെറുതെ വിളിച്ചതാണ് ഫ്രീ ആണെങ്കിൽ പോരെന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ചാടിക്കയറി വന്ന് ഫുഡൊക്കെ മേടിച്ച് തന്നിട്ടാണ് പോയത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റുള്ള ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന് കഴിച്ചത് ബിരിയാണിയും സാധാ ചായയുടെ സ്നാക്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഒന്ന് മാറ്റിപ്പിടിച്ചു. KSRTC ആനവണ്ടി, അത് മലയാളികളുടെ ഒരു വികാരം തന്നെയല്ലേ. ആ വികാരത്തിനൊന്നുകൂടി മാറ്റി കൂട്ടാൻ അവരുടെ കാക്കിയിലേട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടായിരുന്നു ഇത്? ഞാനതിന് ശേഷം ഇപ്പോഴാണ് KSRTCയിൽ കയറുന്നത്. ആ ഫീലിംഗ് ഒന്ന് കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് സൈഡ് സീറ്റും കൂടി കിട്ടണമല്ലേ. പക്ഷേ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല കേട്ടോ. ഫ്രണ്ടിനെ കണ്ട സന്തോഷത്തിൽ കഥയൊക്കെ പറഞ്ഞ് കയറുമ്പോഴത്തേക്ക് സീറ്റൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയ സീറ്റിൽ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ചുരം കയറിക്കൊണ്ടിരിക്കും. സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല പോസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ ചുരം. പക്ഷെ എന്താണെന്നറിയില്ല, വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയത്. അത് ആ ഒരു വളവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സുഗമമായിട്ട് തന്നെ യാത്ര ചെയ്തിട്ട് പോകാൻ പറ്റി. അങ്ങനെ 9 ഹെയർ പിൻ വളവും കഴിഞ്ഞ് നമ്മളിത് വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വയനാട്ടുകാർക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണിത്. നമ്മൾ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ചുരം കഴിഞ്ഞ് വന്ന് ആ ഒരു ബോർഡൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. ശരിക്കും നമ്മുടെ വീട്ടിലെത്തിയൊരു ഫീലാണ് നമുക്ക് ആ ഒരു പോർഷനിൽ കിട്ടുക. ഈ ഒരു ചൂട് നിറഞ്ഞ സമയമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കോടമഞ്ഞിലൊക്കെ പൊതിഞ്ഞ് ശരിക്കും വ്യൂ ഒന്നും നമുക്ക് കറക്റ്റ് കിട്ടും കൂടിയില്ല. അങ്ങനെ പറഞ്ഞ് ഇതാ വയനാടിൻ്റെ ബോർഡൊക്കെ കണ്ടു തുടങ്ങി. ചുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ കറക്റ്റ് സ്പോട്ട് മനസ്സിലാക്കുക, അച്ഛൻ്റെ അടുത്തേക്ക് എത്തും. ഞാൻ കോഴിക്കോട് BTech പഠിക്കാൻ പോയപ്പോഴാണെങ്കിലും കൊച്ചിയിൽ ജോലിക്ക് പോയപ്പോഴാണെങ്കിലും ഇപ്പോൾ ഇതാ ഡൽഹിയിൽ നിന്ന് വരുമ്പോഴും എപ്പോഴാണെങ്കിലും എന്ത് തിരക്ക് മാറ്റി വെച്ച് എന്നെ പിക്ക് ചെയ്യാൻ അച്ഛനവിടെ എത്തിക്കോളും. ഓം ശാന്തി ഓശാനയിൽ രഞ്ജി പണിക്കർ വിജയരാഘവനെ വിളിച്ച് പറയുന്ന പോലെ നമ്മുടെ നാടും പച്ചപ്പും ഹരിതാപും ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് തന്നെ വരണം. പിറ്റേ ദിവസം പെരുന്നാളായതുകൊണ്ടാണ് നല്ല തിരക്കുണ്ടായിരുന്നു ടൗണിൽ. കേരളം ഒന്നാകെ ചുട്ടുകൊള്ളുന്ന സമയത്ത് വയനാടൊന്ന് പിടിച്ച് നിൽക്കുന്ന വിചാരിച്ചേ, പക്ഷേ ഒരു രക്ഷയില്ല. വയനാട്ടിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം വീട്ടിലെത്തി അമ്മേനെ കണ്ടു, കുളിച്ച് ഫ്രഷായി ഒരു കട്ടൻ ചായ കുടിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. ഇനി ബാക്കി നാട്ടിലെ വിശേഷങ്ങളുമായി പെട്ടെന്ന് തരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.